ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ലിജി. ഞാൻ എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2023 മെയ് 14 ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായിരുന്നു. 2022 നവംബർ മുതൽ ഞാൻ ഉടമ്പടി എടുക്കണം ആഗ്രഹിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ എനിക്കിവിടെ വരാൻ സാധിച്ചില്ല. എൻ്റെ ചേച്ചി അമ്മച്ചിയൊക്കെ ഇതിനു മുമ്പ് 2018 ഉടമ്പടി എടുത്തായിരുന്നു. എന്നാൽ അവരതൊന്നും കൃത്യമായിട്ട് പാലിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നതിന് ആരും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കണം എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ മുഴുവൻ അച്ഛൻ്റെ ടോക്കുകളും സാക്ഷ്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു തുടങ്ങിയപ്പോഴേക്കും ഞാൻ കൂടുതലായിട്ട് അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടാൻ തുടങ്ങി. അതൊരു അഡീഷൻ പോലെ ഇങ്ങനെ സദാസമയം അച്ഛൻ്റെ ധ്യാനങ്ങൾ തന്നെ കൂടിക്കൊണ്ടിരുന്നു. സാക്ഷ്യങ്ങളും കേട്ടുകൊണ്ടിരുന്നു. 24 മണിക്കൂറും ഞാനിങ്ങനെ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. ഇവിടെ വരണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ എത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ജനുവരി 7 എൻ്റെ കസിൻ്റെ കല്യാണത്തിന് കൊല്ലത്തേക്ക് പോകുന്ന വഴിക്കാണ് ഞാൻ കൃപാസനം ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എവിടെയാണ് കൃപാസനം എന്ന്. വെയിലായിരുന്നിട്ട് ഞാൻ ഈ സൈഡിൽ തന്നെ ഇരിക്കുമായിരുന്നു. എനിക്ക് അത് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. പക്ഷെ ഉറങ്ങിപ്പോയെങ്കിലും കൃത്യസമയമായപ്പോഴേക്കും എൻ്റെ അമ്മച്ചി തോണ്ടിയുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് നോക്കിയത് നേരെ കൃപാസനത്തിലേക്കാണ്. അമ്മ എന്നെ എഴുന്നേൽപ്പിച്ച് തന്നെയാണ് എൻ്റെ ആഗ്രഹം കൊണ്ടിട്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മെയ് 14 എനിക്കൊന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചത്. അച്ഛൻ്റെ ടോക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈശോയുടെ അമ്മയുടെയും സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ്. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചത് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ എന്നും ഉണ്ടാവണമെന്നാണ്. അതിൻ പ്രകാരം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയ അന്ന് മുതൽ ഓരോ നിമിഷവും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. സുഗന്ധാഭിഷേകമായിട്ട് ഒരു മുല്ലപ്പൂവിൻ്റെ മണം, പിന്നെ കുന്തിരിക്കം പുകയ്ക്കുന്ന കുന്തിരിക്കത്തിൻ്റെ സുഗന്ധമായിട്ടും, പിന്നെ എന്തെന്ന് പറയാനാവാത്ത നിർവചിക്കാനാവാത്ത വേറൊരു സുഗന്ധവും അത് എല്ലാ ദിവസവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് ഓരോരുത്തരോട് ഞാൻ പറയും, ആർക്കും ചോദിക്കുന്നവർക്ക് ആർക്കും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ദിവസം ഞങ്ങൾ ടൈലറിങ് ഷോപ്പ് നടത്തുകയാണ്. ഒരു ദിവസം കടയിലിരുന്ന് ഞാൻ തുന്നിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ കടയിലാകെ പുക പോലെ ഇരിക്കുന്നു. കുന്തിരിക്കത്തിൻ്റെ മണമുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഇവിടെ മുഴുവൻ കുന്തിരിക്കത്തിൻ്റെ മണമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്കൊന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ അച്ഛൻ്റെ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛൻ പറയുകയാണ്, ആ ടോക്കിൽ തന്നെ അച്ഛൻ പറയുകയാണ്, പുകയും മഞ്ഞുകണങ്ങളെല്ലാം ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണെന്ന്. ഇത് കേട്ട് ഞാനും ഫ്രണ്ട്സും ഒരുപോലെ തന്നെ ഞെട്ടിപ്പോയി. കാരണം പറഞ്ഞ നിമിഷം തന്നെയാണ് അച്ഛൻ പറയുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ് പുകയും മഞ്ഞുകണങ്ങളൊക്കെയെന്ന്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇത് പറയാൻ വേണ്ടിയിട്ട്, ഹസ്ബൻഡ് 100% വിശ്വാസിയാണ്. പക്ഷേ ഇങ്ങനെ അത്ഭുതങ്ങളിലൊന്നും അധികം നമ്മളെ കളിയാക്കത്തേ ഉള്ളൂ. അപ്പം ഞാൻ പുള്ളിയോട് പറയാൻ പോയപ്പോൾ ഹസ്ബൻഡ് എന്നോട് കളിയാക്കിയാലോ എന്നോർത്ത് പേടിച്ച് ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു മുല്ലപ്പൂവിൻ്റെ അഭിഷേകം വന്നു വീട്ടിലായിരിക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് മനസ്സിലായി ഇത് ഞാൻ പറയുന്ന യഥാർത്ഥത്തിൽ പറയുന്നത് തന്നെയാണെന്ന്. പക്ഷേ നിനക്ക് കിട്ടി, നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട എന്നുള്ള ഇതിലാണ് എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിച്ചത്. അങ്ങനെ ഓരോ നിമിഷവും മാതാവിൻ്റെ ഈശോയുടെ സാന്നിധ്യം എനിക്ക് എപ്പോഴും കിട്ടുമായിരുന്നു. പിന്നെ രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് എൻ്റെ അനിയത്തിയുടെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള കാര്യമാണ്. അതായത് അവൾ ഇവിടെ സൂപ്പർ മാർക്കറ്റ് നടത്തിയായിരുന്നു. കൊറോണ കാരണം മൊത്തത്തിൽ എല്ലാം ഫ്ലോപ്പായി, മൊത്തത്തിൽ കടങ്ങളായിരിക്കും. വിദേശത്തേക്ക് പോകണം എന്നുള്ള ഇതിൽ IELTS പാസ്സായി. എന്നാൽ വിസയ്ക്ക് നോക്കിയിരുന്നിട്ട് വിസ വരുന്നില്ല. ഭയങ്കര തടസ്സങ്ങളായിരുന്നു. ഇതിന് തൊട്ട് മുമ്പ് കുറച്ച് പേര് പോയി, എന്നാൽ ഇവരുടെ വരുന്നുണ്ടായിരുന്നില്ല. ഇവർക്ക് സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായതുകൊണ്ട് ഓരോരുത്തർ സഹായിച്ചിട്ട് വേണമായിരുന്നു ഏജൻറ്റിന് പൈസ കൊടുക്കാനൊക്കെ. അപ്പോൾ അവൾ ഏറ്റവും വൈകിയാണ് പൈസ കൊടുത്തതും അതുകൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം ലേറ്റായി. അപ്പോൾ അവൾ
വിസയ്ക്ക് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന അല്ലാതെ വിസ വരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വെച്ച് രണ്ടാമത്തെ നിയോഗം അവളുടെ വിസ തടസ്സം നീക്കി എത്രയും പെട്ടെന്ന് വിദേശത്തേക്ക് പോകാനും വിദേശത്തേക്ക് പോകാൻ സാധിക്കണം, അതിനു വേണ്ടിയിട്ട് അനേക സഹായകരെ നൽകണമെന്നും കൂടിയാണ് ഞാൻ നിയോഗത്തിൽ വെച്ചത്. അതിന് പ്രകാരം പിന്നീടും താമസം വന്നെങ്കിലും ഞാൻ പിന്നെ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, 15-ാം തീയതി അവൾക്ക് പോകാൻ സാധിക്കണമെന്ന്. അതിന് പ്രകാരം തന്നെ 15-ാം തീയതി തന്നെ അവൾക്ക് വിദേശത്തേക്ക് പോകാൻ സാധിച്ചു. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇവളുടെ ഏജൻസി എന്തോ തട്ടിപ്പാണ്. 16 ലക്ഷം രൂപ അവർ ഏജൻസിക്ക് കൊടുത്തതാണ്. ഏജൻസി എന്തോ തട്ടിപ്പ് ചെയ്താണ്. തൊട്ട് മുമ്പ് പോയവരെല്ലാവരും ജോലിക്ക് കയറിയെങ്കിലും ഇവരുടെ ജോലിക്ക് വേണ്ടി ഇവർക്ക് പറഞ്ഞിരുന്ന കമ്പനി റീവോക്കായി പോയി, ലൈസൻസ് കട്ടായി കിടക്കുവാണ്, ഇവർക്ക് ജോലിയില്ല എന്ന് പറഞ്ഞു. ഇവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ലൈസൻസ് കട്ടായിരിക്കുവാണ്, ജോലിക്ക് പ്രശ്നമുണ്ട്, തിരിച്ച് നാട്ടിലേക്ക് പോരേണ്ടി വരുമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ വിഷമിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് അവൾ വിളിച്ച് പറഞ്ഞത്, അപ്പോൾ സെപ്റ്റംബർ 8ഉം 9ഉം ഒക്കെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, 7ഉം 8ഉം ഒക്കെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവേ ആ ദിവസം ജോലിയിലേക്ക് കയറാൻ പറ്റണേന്ന്. പക്ഷേ ആ ദിവസങ്ങളൊന്നും സാധിച്ചില്ല. അപ്പോൾ തിരിച്ചു വരേണ്ടി വരുമെന്ന് ഓർത്ത് പറഞ്ഞപ്പോഴേക്കും ഞാൻ മാതാവിനോട് ഇങ്ങനെ അടുക്കളയിൽ തന്നെയാണ് അരി അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, എന്ത് ചെയ്യും മാതാവേ, ഇനി തിരിച്ചു വന്ന് ഈ കടക്കാരൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ജോലിയുടെ ബേസിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കണത്, ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ഇത് നഷ്ടമായി തിരിച്ചു വരേണ്ടി വരുന്ന അവസ്ഥ ചിന്തിക്കാൻ കൂടി പറ്റില്ല, ഇനി എന്ത് ചെയ്യും മാതാവേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജനലിൻ്റെ അവിടെ ഒരു നീല വെളിച്ചം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കബോർഡിലിരിക്കണ എന്തിൻ്റെയെങ്കിലും ഒരു നിഴലായിരിക്കുമോ എന്നോർത്ത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവിടെ നോക്കുമ്പോൾ ഞാൻ കണ്ടത് ഒരു സിൽവർ ഗ്രേ കളറിലെ പ്ലാസ്റ്റിക് പേപ്പറിൽ 78 എന്നെഴുതിയ അക്കമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി 78 ദിവസം കഴിയണോ ഇനിയും ജോലിക്ക് പ്രവേശിക്കാൻ, ഇത്രയും ദിവസം കൊണ്ട് അവിടെ നിൽക്കാനുള്ള പൈസ പോലും അവിടെയില്ല, ഇത് ചിലവ് കഴിയാനുള്ള പൈസ പോലും കയ്യിലില്ലാതെയാണ് അവൾ പോയിരിക്കണത്. അപ്പോൾ ഇനി 78 ദിവസം കഴിയണം മാതാവേ എന്നോർത്ത് വിഷമിച്ചപ്പോൾ മാതാവ് എൻ്റെ മനസ്സിൽ പറഞ്ഞു 78 ദിവസമല്ല, അവൾ പോയ ദിവസം വെച്ച് 78ാമത്തെ ദിവസം ജോലിയിൽ കയറുമെന്നാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം തന്നെ അത് ഫോട്ടോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുത്തു. മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ച് ഇങ്ങനെയാണ് 78ാമത്തെ ദിവസമാണ് നിനക്ക് ജോലിയിൽ പ്രവേശിക്കുക എന്നാണ്. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഓരോ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. അവൾ അവിടെ തന്നെയുള്ള ഒരു ഇംഗ്ലീഷ് സ്പോക്കൺ കോഴ്സിൽ ചേർന്നിട്ടുണ്ട്, സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരാൾ ഫ്രീ ടൈമിന് വിളിച്ചപ്പോൾ അവരൊരു നമ്പർ കൊടുത്തു. അവിടെ ഒരു മലയാളി കെയർ ഹോം നടത്തുന്ന ഒരാളുടെ നമ്പറായിരുന്നു. അവൾ ഇയാളെ വിളിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ശല്യം പോലെ വിളിച്ച് അവസാനം അയാൾ അവളുടെ ഇവളെ വിളിച്ചിട്ട് ജോലിക്ക് കൊടുത്തു. ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിന്ന് അച്ഛനെ കാണാൻ പോകുമായിരിക്കുമായിരുന്നു, കാരണം 78ാമത്തെ ദിവസമൊന്നും എനിക്ക് മെസ്സേജ് കിട്ടിയെങ്കിലും ഇത് കറക്റ്റാണോ എന്നറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനെ പോയി കണ്ടു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു അച്ഛനെ കാണാൻ പോയിട്ട് എന്തായെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ ഈ പോയിട്ടുള്ള കാര്യം കൂടി അറിഞ്ഞിട്ട് ഞാൻ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വൈകിട്ട് വിളിച്ച് പറഞ്ഞു ജോലി ഓക്കെയാണ്, ജോലി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഇവിടെ നന്ദി പറയാൻ വേണ്ടി ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയ ആ നിമിഷം തന്നെ എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, അവൾക്ക് ജോലിയുടെ കാർഡ് കിട്ടിയത് അവളെനിക്ക് മെസ്സേജായിട്ട് അയച്ചിട്ടുണ്ടായി. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് അതിൻ്റെ മെസ്സേജ് വന്നതെങ്കിലും ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ്, ഫോൺ സൈലൻ്റ് ആയതുകൊണ്ട് കണ്ടില്ല. പുറത്തിറങ്ങിയപ്പോൾ ഉടനെ അവളുടെ മെസ്സേജ് കണ്ടു ജോലി കിട്ടിയതായിട്ട്. പിന്നെ അവൾ പറഞ്ഞു ഇനി ഏജൻസിക്ക് പൈസ കൊടുത്താലേ അവിടെ ജോലിക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 3 ലക്ഷം രൂപയെങ്കിലും 16 ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുത്താണെങ്കിലും 3 ലക്ഷം രൂപയെങ്കിലും വേണം ആ ഏജൻസിക്ക് കൊടുത്താൽ മാത്രമാണ് ജോലി കിട്ടണേന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു മനോരമ ഓൺലൈനിലൊക്കെ ന്യൂസ് വന്നായിരുന്നു, യുവതികൾ പറ്റിക്കപ്പെട്ടു, അവിടെ ചെന്നപ്പോഴേക്കും ജോലി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. ഇത് ഏജൻസി കാണുവാണെങ്കിൽ അവർ ചിലപ്പോൾ ഇതിന് ബ്ലോക്ക് ചെയ്യും, പിന്നെ പൈസ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യും. അവരത് കണ്ണിൽ പെടാതെ തന്നെ പൈസ കിട്ടണം എന്നുള്ള പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു.
ഞാൻ 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് തീർന്ന ഉടനെ ഞാൻ വിളിച്ചു, എന്തായി പൈസ ഇട്ടോ? അതേ ഈ നിമിഷമാണ് 1,00,000 രൂപ വീണ്. അങ്ങനെ 2-3 പ്രാവശ്യം പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ വിളിച്ചു ചോദിക്കുമ്പം അങ്ങനെ 3,00,000 രൂപയും അവളുടെ അക്കൗണ്ടിലേക്ക് ഏജൻസി അയച്ചു കൊടുത്തു. അങ്ങനെ അപ്പം ഞാൻ ഒക്ടോബർ 2 അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇന്നാണ് എൻ്റെ കണക്കിന് ഒരു ദിവസം കൂടിയുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞു മാതാവേ ഇന്നോ നാളെയോ ആണ് അമ്മ എനിക്ക് കാണിച്ചെന്ന് 78ാമത്തെ ദിവസം. ഇത് അമ്മ തന്നെയാണ് തന്നത് എന്നുള്ളതിന് സൂചനയായിട്ട് ഈ ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ പ്രധാന രേഖ അവളുടെ കയ്യിൽ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഒക്ടോബർ 2 അത് ഞാൻ പള്ളിയിലേയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് ഫോൺ ഓപ്പൺ ചെയ്തപ്പോഴേക്കും അവൾക്ക് COS, അതായത് അവിടെ വർക്കിംഗ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായ COS വന്നതിൻ്റെ മെസ്സേജ് കിടക്കണം. അതായത് മാതാവ് എനിക്ക് കാണിച്ചു തന്ന കറക്റ്റ് 78ാമത്തെ ദിവസം. ഞാൻ കലണ്ടർ എടുത്ത് ഒന്നും കൂടെ കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് 78ാമത്തെ ദിവസം തന്നെയാണ് അവൾക്ക് COS ലഭിച്ചത്. അങ്ങനെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അവൾക്കിപ്പോൾ ജോലിയിൽ കിട്ടി. ഹസ്ബൻഡിനും പോകാൻ സാധിച്ചു. ഇന്ന സമയത്തിനുള്ളിൽ ചെന്നില്ലെങ്കിൽ UK മൊത്തം എല്ലാം മാറുവാണെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് വിസയ്ക്കൊക്കെ ഒരുപാട് താമസം ഉണ്ടായിരുന്നു. അതും എല്ലാം പ്രാർത്ഥിച്ച് തന്നെ ഓരോ സമയത്ത് മാതാവ് തക്ക സമയത്ത് എല്ലാം നടത്തി കൊടുത്തു. പിന്നെ മൂന്നാമതായി ഞാൻ വെച്ചത്, എൻ്റെ മക്കൾ ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ അവർ ഇനി എന്താന്നുള്ള രീതിയിലിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ 2 പേരെ നല്ലൊരു കോഴ്സിലേക്ക് വിട്ടത്. പിന്നെ 4മതായി ഞാൻ വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ, ഞാനിങ്ങോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ നിയോഗങ്ങളെല്ലാം വെച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ഇതും കൂടി ചേർത്ത് വെച്ചോ, എൻ്റെ മദ്യപാനം മാറണമെന്ന്. വലിയ മദ്യപാനിയൊന്നുമല്ല, എന്തുകൊണ്ടും എനർജി ഡ്രിങ്ക്സ് പോലെ കഴിക്കണമെങ്കിലും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു മദ്യപാനം മാറണം എന്നുള്ള നിയോഗവും കൂടി വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് വെക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും നല്ല പ്രോത്സാഹനമായിരുന്നു വന്ന് ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ നിയോഗം വെച്ചു. ജൂൺ 5 പിള്ളേരുടെ ബർത്ത്ഡേയുടെ അന്ന് ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഞാൻ മദ്യപിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ നിമിഷം വരെ ആൾ മദ്യപിച്ചിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എന്നെ പ്രൊവോക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ പറയും, ഞാൻ ഇന്ന ദിവസം, അപ്പോൾ ഓഗസ്റ്റ് 13 നിൻ്റെ ആദ്യത്തെ ഉടമ്പടി 90 ദിവസം പൂർത്തിയാകുമല്ലോ, അപ്പോൾ ഞാൻ ഓഗസ്റ്റ് 15 ഞാൻ കഴിക്കും എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിക്കണമെങ്കിൽ കഴിച്ചോ, പക്ഷേ ഡേറ്റ് ഇടണ്ട, ഡേറ്റ് ഇടുന്ന ആൾ മാതാവാണ്, അതുകൊണ്ട് ഡേറ്റ് ഇടണ്ടെന്ന് പറയും. പക്ഷേ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും ഞാൻ ഓഗസ്റ്റ് 15 കഴിക്കും എന്ന് പറയും. പക്ഷേ എങ്കിൽ ഈ ഓഗസ്റ്റ് 15 ദിവസം വന്ന് 2 ദിവസം മുമ്പ് ആൾ പനി പിടിച്ച് കിടപ്പായി. 2 ദിവസം രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകും, വൈകിട്ട് വരുമ്പോഴേക്കും നല്ല കിടപ്പ, അനങ്ങാൻ പറ്റാത്ത കിടപ്പ. ഞാൻ പോലും പേടിച്ചു പോയി ഇങ്ങനെ കിടക്കണം. ഞാൻ 21 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ആൾ കിടക്കണത്. ഞാൻ തന്നെ പേടിച്ച് മാതാവെ പരീക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വരുന്ന ദിവസവും ആൾ കിടപ്പാണ്. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ നീ നോക്കിക്കോ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ചെല്ലുമ്പോഴേക്കും ആളൊരു കുഴപ്പമില്ലാണ്ട് അവിടെ ഇരിക്കണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ചെല്ലുമ്പോൾ മോളുമായിട്ട് സംസാരിച്ചുകൊണ്ട് സെറ്റിയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുർബാനയ്ക്ക് പോകാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതും അതാണ് എനിക്ക് ഏറ്റവും ഈ കൃപാസനത്തിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത്. എനിക്ക് രാവിലെ എഴുന്നേക്കാൻ മടിയുള്ള ആളാണ് ഞാൻ. പലപ്പോഴും ശ്രമിച്ചു നോക്കിയിട്ടുള്ളതാണ് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകണം എന്നുള്ളത്. പക്ഷേ എനിക്ക് സാധിച്ചിട്ടില്ല. 3 ദിവസം കൊണ്ട് എനിക്ക് മടുക്കും. പക്ഷേ കൃപാസനത്തിൽ വന്നതിന് ശേഷം ഞാൻ ഒരു ദിവസം പോലും കുർബാന മുടങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുന്നതിന് കുർബാനയ്ക്ക് പോകാനാണ് എന്നുള്ള രീതിയിലാണ്. അതുപോലെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാനും കുർബാനയിൽ ആഴപ്പെടാനും സാധിച്ചതാണ് എനിക്കിവിടെ വന്ന് ലഭിച്ചതിൽ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.